നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് ശേഷം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. അതിൽ അമ്മ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും അമ്മ പ്രേമകുമാരി യമനിലേക്ക് പുറപ്പെട്ടു. എത്രത്തോളം സാധ്യതയുണ്ട് നിമിഷപ്രിയയുടെ മോചനം? അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ അവരുടെ കുടുംബം തയ്യാറായിരുന്നു, നയതന്ത്ര തലത്തിലേക്ക് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അതൊക്കെ ഏറെ അസാധ്യമാണ് എന്ന നിലയിൽ തന്നെയല്ലേ യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഇപ്പോഴും മുൻപിൽ കാണുന്നുണ്ടോ? എപ്പോഴാണ് പ്രേമകുമാരി പുറപ്പെട്ടത്? പ്രേമകുമാരി പുറപ്പെടുന്നതിന് മുൻപ് നമ്മളോട് പങ്കുവെച്ച ആത്മവിശ്വാസം എന്താണ്? അരുൺ, പ്രേമകുമാരിക്കും നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഒന്ന്, ഈ യമൻ പൗരൻ കൊല്ലപ്പെട്ടു, അതിൽ ആ കുടുംബം മാപ്പ് നൽകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. അമ്മ നേരിട്ട് അവിടെ എത്തി, ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച എത്തിയതിന് പിന്നാലെ തന്നെ ജയിലിൽ നിമിഷപ്രിയയുമായി സംസാരിക്കും. അതിനുശേഷം ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ വഴി ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കളുമായി സംസാരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായുള്ള ആക്ഷൻ കമ്മിറ്റി പ്രതിനിധിയും അമ്മയ്ക്കൊപ്പം യമനിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും പണം നൽകി ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു നീക്കമാകും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എത്രത്തോളം അത് വിജയിക്കുമെന്ന് വ്യക്തമല്ല. എങ്കിലും കുടുംബത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മുംബൈ വഴി ഉള്ള വിമാനത്തിലാണ് നിമിഷപ്രിയയുടെ അമ്മയും ആക്ഷൻ കമ്മിറ്റി പ്രതിനിധിയും യമനിലേക്ക് തിരിച്ചത്.